മക്കളെ, നമ്മുടെ എൻട്രൻസ് എക്സാമിന് ഇനി നമുക്ക് വെറും 54 ദിവസങ്ങളും കൂടെയുള്ളൂ. 54 ഡേയ്സ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അതായത് ഈ മാസം 3-ാം തീയതി നമ്മൾ കുറെ പ്രതീക്ഷിച്ചിരുന്നു എക്സാം മാറ്റിയിട്ട് വേണം എനിക്ക് കുറെ പഠിച്ചെടുക്കാന്. കുറെ പ്ലാനിങ് ഒക്കെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ആ സമയം ആവട്ടെ, എന്നിട്ട് വേണം ആ ഒരു ഡേറ്റിനൊക്കെ കാൽക്കുലേഷനൊക്കെ നടത്തി ഇത്രയും ദിവസം മുന്നിൽ 70 ദിവസത്തിന് മുകളിൽ കിട്ടാൻ പോവാണ്, ഞാൻ ഇത്രയും പഠിച്ചെടുക്കുന്നൊക്കെ. അത്രയും ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതില് ഒരു 15 ദിവസത്തിന് മുകളിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ഈ സമയം നിങ്ങൾ ഇരുന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ആ എക്സാം മാറ്റി അന്ന് മുതൽ ഇന്ന് വരേക്ക് നമ്മൾ എന്ത് പഠിച്ചു? അപ്പോഴാ നമുക്കൊരു കാര്യം അറിയുന്നത്, നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ട് പോലും നമ്മുടെ കയ്യിൽ നിന്ന് ഈ ദിവസങ്ങൾ നമ്മൾ ചുമ്മാ കളഞ്ഞു. പല കുട്ടികളും, മെയിൻലി റിപ്പീറ്റേഴ്സ്, അവരെ സംബന്ധിച്ചിടത്തോളം എക്സാം പോസ്റ്റ്പോൺ ആയപ്പോൾ ആകെ മടുത്തു. ഈ ദിവസങ്ങൾ കുറെയൊക്കെ അങ്ങോട്ട് ചുമ്മാ ഇരുന്നിട്ടും ഫോണിൽ കുത്തിയിട്ടൊക്കെ അങ്ങോട്ട് കളഞ്ഞു. ചില ആളുകള് മുന്നേ മാറ്റി വെച്ചേക്കുന്ന ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഇതിലൊക്കെ കുത്തിയിരിക്കാൻ തുടങ്ങി. പുതിയ ഫ്രണ്ട്സ് ഒക്കെ കുറെ വന്നു. അപ്പോഴേ നമ്മുടെ പഠിത്തത്തിന് മെല്ലെ അങ്ങ് മറന്നു പോവാ. മക്കൾ, അത് മാറ്റുന്നതിന് മുന്നേ പലർക്കുള്ള ഒരു പ്രതീക്ഷയായിരുന്നു, ഓക്കെ മാറ്റിയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യണം, ഞാൻ കറക്റ്റ് ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഞാൻ പോകും, ഇത്ര ദിവസം മുന്നിൽ കിട്ടുമെന്നൊക്കെ. പക്ഷെ മാറ്റി കഴിഞ്ഞപ്പോൾ ഇതൊക്കെ നമ്മളങ്ങ് മറന്നുപോയി. നമ്മുടെ പ്ലാനിങ് ഒക്കെ അങ്ങോട്ട് തെറ്റിപ്പോയി. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്രയും ദിവസം അത് മറന്നേക്ക്. ഇനി വീണ്ടും 54 ദിവസങ്ങളുണ്ട്. ഈ 54 ദിവസങ്ങളെ കുഞ്ഞുങ്ങളെ നമുക്കൊരിക്കലും അത് ചുമ്മാ കിട്ടിയിരിക്കുന്നൊന്നുമല്ല. കുറെ ആൾക്കാര് മരണത്തോട് മല്ലടിക്കുന്നുണ്ട്. അപ്പോഴും നമുക്കിവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു സമയത്തിനെ നിങ്ങൾ കറക്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് മുന്നോട്ട് പോകണം. എടാ, നമുക്ക് പറ്റും. നമുക്ക് പറ്റിയിട്ടില്ലേ പിന്നെ ആർക്ക് പറ്റാനാ? മറ്റുള്ള കുട്ടികൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റിക്കൂടാ? അതുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് ഇന്നു മുതൽ ഒരു പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് മുന്നോട്ടേക്ക് പോകണം. പലപ്പോഴും നമ്മൾ യൂട്യൂബിൽ ഓരോ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, കെമിസ്ട്രിയില് ബഫർ. ഈ ബഫറിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ നമ്മുടെ മലബാറിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാറാണ് കൂടെ ഉള്ളത്, സുഹൈൽ സാറ്. സാർ ഈ ഒരു സെഷനെ 2 പാർട്ടായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്ത് തരാൻ പോകുന്നത്. ഒരൊറ്റ പാർട്ടിൽ ഒതുക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റാതെ പോകും. അതുകൊണ്ട് തന്നെ 2 സെഷനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ബഫറിനെ സാർ പ്രസന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി മുതൽ നമ്മുടെ കൂടെ സുഹൈൽ സാറും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കാണാം. നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കമന്റ്സിൽ പറയാം. സാറ് ഫിസിക്കലില് ഭയങ്കരമായിട്ട് എല്ലാ ടോപ്പിക്സും കൈകാര്യം ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിൽ എന്തൊക്കെ വേണോ സാറ് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിച്ചു തരും. അപ്പൊ കമന്റ്സിൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ ഓക്കെ മക്കളെ, കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, റെഡി? Buffer solutions. So what are buffer solutions? നമ്മള് ഇപ്പൊ ലാബിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണെങ്കിൽ ആ എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആസിഡോ ബേസോ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ആസിഡ് ബേസ് ഒക്കെയാണ് യൂസ് ചെയ്യുക. അവിടെ നമുക്ക് ബഫർ സൊല്യൂഷന്റെ ആവശ്യം വരാറുണ്ട്. ബഫർ സൊല്യൂഷന്റെ ബേസിക് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ. നമ്മൾ ഇപ്പോ ബ്ലഡില് pH range is around 6.8 to 7.4. നിങ്ങളൊക്കെ ബയോളജി സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങളുടെ NCERT-യിൽ എവിടെയോ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു ഓർമ്മ വെച്ചിട്ട് 6.8-ന്റെയും 7.4-ന്റെ ഇടയിലാണ് ബ്ലഡിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിന് കുറയാനോ കൂടാനോ പാടില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ pH മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആസിഡ് ആഡ് ചെയ്താലും ബേസ് ആഡ് ചെയ്താലും, അല്ലെങ്കിൽ ഇപ്പോ ബ്ലഡിലാണെങ്കിൽ ആസിഡ് കയറി വന്നാലും ബേസ് കയറി വന്നാലും pH മാറില്ല. pH മാറാൻ പാടില്ല. മാറിയാൽ ബുദ്ധിമുട്ടാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ബ്ലഡിലുള്ള ഒരു ബഫർ സൊല്യൂഷൻ ആണ് ഈ pH റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എ ബഫർ സൊല്യൂഷൻ? ബഫർ സൊല്യൂഷൻ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ദാറ്റ് ക്യാൻ റെസിസ്റ്റ് സ്മോൾ ചേഞ്ചസ് ഇൻ pH വാല്യൂ even upon addition of small amount of acid or base. ആസിഡോ ബേസോ ആഡ് ചെയ്താൽ pH-ൽ മാറ്റം മാറ്റം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. മാറ്റത്തിനെ എതിർക്കാൻ പറ്റുന്ന സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻസ്. എങ്കിൽ സപ്പോസ് ഒരു ആസിഡ് ആഡ് ചെയ്യാണ്, വാട്ടർ, H2O gives H++, OH-. ഇതിലേക്ക് ഞാൻ
ആസിഡ് ആഡ് ചെയ്താൽ എന്തുണ്ടാവും? H+ അയോൺ കോൺസെൻട്രേഷൻ കൂടും. ആ സമയത്ത് KW മാറ്റമില്ല കേട്ടോ. OH- അയോൺ കോൺസെൻട്രേഷൻ കുറയാ ചെയ്യാ. വീണ്ടും ഞാൻ പറയും, KW does not depend on concentration of H+ or OH- ion. It depends only on temperature. ആസിഡ് ആഡ് ചെയ്തു എന്ന് കരുതി KW മാറാൻ പോകുന്നില്ല. H+ കോൺസെൻട്രേഷൻ കൂടിയാൽ OH- കോൺസെൻട്രേഷൻ കറസ്പോണ്ടിംഗ്ലി കുറയും. ബിക്കോസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് പ്രോഡക്റ്റ് കൂടിയിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കൂടിയാൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ ഷിഫ്റ്റ് ഉണ്ടാവും. OH- കോൺസെൻട്രേഷൻ കുറയും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് H+ അയോൺ കോൺസെൻട്രേഷൻ കൂടിയാൽ pH കുറയും. എന്തുകൊണ്ട് കുറയും എന്ന് പറയുന്നു? സപ്പോസ് H+ അയോൺ കോൺസെൻട്രേഷൻ 10⁻⁻⁷, അതിലേക്ക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ കൂടി 10⁻⁻⁶ ആയി വിചാരിച്ചോ. നേരത്തെ pH 7 ആയിരുന്നെങ്കിൽ ഇപ്പൊ pH 6 ആയി. അങ്ങനെയാണെങ്കിൽ pH കുറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, H+ അയോൺ കോൺസെൻട്രേഷൻ കൂടിയാൽ pH കുറയും. OH- അയോൺ കോൺസെൻട്രേഷൻ കൂടിയാൽ POH കുറയും. പക്ഷെ pH കൂടും. കാരണം ഇപ്പോ H+ അയോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു OH- അയോൺ കോൺസെൻട്രേഷൻ ഈക്വൽ ടു KW എങ്കിൽ ഇവിടെ നെഗറ്റീവ് ലോഗ് എടുത്തു കഴിഞ്ഞാൽ pH + POH ഈക്വൽ ടു PKW എന്നുള്ള ഇക്വേഷൻ ആണ് വരിക. അപ്പൊ PKW എന്ന് പറയുന്നത് at room temperature is fixed at 14. ആയതിനാൽ pH കൂടിയാൽ POH കുറയും. POH കൂടിയാൽ pH കുറയും. അപ്പോ ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ pH കുറയും. എന്നാൽ ബേസ് ആഡ് ചെയ്താലോ? ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ OH- കോൺസെൻട്രേഷൻ കൂടും. എന്നാൽ H+ കോൺസെൻട്രേഷൻ കുറയും. H+ അയോൺ കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ 10⁻⁷ ഉള്ളത് 10⁻⁸ ആയി വെച്ചോ. അപ്പൊ pH 8 ആയി. അപ്പൊ pH എന്താവും? കൂടും. When acid is added, pH decreases. When base is added, pH increases. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ടർ പോലത്തെ ഒരു ന്യൂട്രൽ സൊല്യൂഷനിലേക്ക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ pH കൂടും, pH കുറയും. എന്നാൽ ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ pH കൂടും. അപ്പൊ നമ്മുടെ ആവശ്യം pH കൂടാനും പാടില്ല, കുറയാനും പാടില്ല എങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബഫർ സൊല്യൂഷൻ. സോ വാട്ട് ഇസ് എ ബഫർ സൊല്യൂഷൻ? ഇറ്റ് റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH വാല്യൂ ഈവൻ വെൻ ആസിഡ് ഓർ ബേസ് ഇസ് ആഡഡ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ബഫർ സൊല്യൂഷൻ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് എ സൊല്യൂഷൻ വിച്ച് റെസിസ്റ്റ് ചേഞ്ച് ഇൻ pH വാല്യൂ അപ്പോൺ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്. ആസിഡ് ആഡ് ചെയ്താലും ബേസ് ആഡ് ചെയ്താലും pH മാറാൻ പാടില്ല. മാറാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് ബഫർ സൊല്യൂഷൻ. തീരെ മാറ്റമില്ല എന്ന് പറയാൻ പറ്റൂല. അതെന്തുകൊണ്ടാണ് നമുക്ക് പറയണം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബഫർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ there are two types of buffer solution, acidic buffer and basic buffer. അസിഡിക് ബഫർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏത് ബഫർ എടുത്തു കഴിഞ്ഞാലും രണ്ട് കോമ്പണൻസ് ഉണ്ടാവും. ഫസ്റ്റ് കോമ്പണന്റ് അസിഡിക് ബഫർ ആണെങ്കിൽ ഫസ്റ്റ് കോമ്പണന്റ് വിൽ ബി ആസിഡ്. ബേസിക് ബഫർ ആണെങ്കിൽ ഫസ്റ്റ് കോമ്പണന്റ് വിൽ ബി ബേസ് ഓർ ആൽക്കലി. ഓക്കെ, അപ്പൊ ഒരു ആസിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കാണും ബഫർ ആക്ഷൻ ഇസ് ഡ്യൂ ടു ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ഉണ്ടെങ്കിലേ ബഫർ ആക്ഷൻ ഉണ്ടാവുള്ളൂ. എങ്കിൽ ദാറ്റ് ആസിഡ് ഷുഡ് ബി വീക്ക്. സ്ട്രോങ് ആണെങ്കിൽ എന്തുണ്ടാവുക? സ്ട്രോങ് ആണെങ്കിൽ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഉണ്ടാവും. HCl എന്ന് പറഞ്ഞ ആസിഡിന് എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി H+ഉം Cl- ആയിട്ട് മാറും. അവിടെ ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യില്ല. It is a strong acid or a strong electrolyte which undergoes complete dissociation. Our situation there is no equilibrium, so it has to be a weak acid. Weak acid ആയാലേ equilibrium ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെയുള്ള ബേസ് എന്തായിരിക്കണം? It has to be a weak base. എന്നാലേ equilibrium ഉണ്ടാവുള്ളൂ. ഇതിന്റെ കൂടെ ഉള്ളത് ഒരു സാൾട്ട് ആയിരിക്കണം. എന്നാൽ ഈ സാൾട്ടിന്റെ പ്രത്യേകത it should be a salt of the same weak acid. Same weak acid. എന്നാ സാൾട്ട് എപ്പോഴും ഉണ്ടാവുക? സാൾട്ട് ആസിഡും ബേസും കമ്പൈൻ ചെയ്താലല്ലേ സാൾട്ട് ഉണ്ടാവുക. അപ്പൊ ഈ വീക്ക് ആസിഡ് ഏതെങ്കിലും ഒരു സ്ട്രോങ് ബേസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടായ സാൾട്ട് ആണ് വീക്ക് ആസിഡിന്റെ കൂടെ ഉണ്ടാവേണ്ടത്. There are two components. First component is weak acid. Second component is salt of the same weak acid. വേറെ ഏതെങ്കിലും വീക്ക് ആസിഡ് ആയിട്ട് കാര്യമില്ല. ഏത് വീക്ക് ആസിഡ് ആണോ നിങ്ങൾ കയ്യിലുള്ളത് അതേ വീക്ക് ആസിഡിന്റെ സാൾട്ട്, അതേ വീക്ക് ആസിഡ് ഏതെങ്കിലും സ്ട്രോങ് ബേസ് ആയിട്ട് ഉണ്ടാക്കുന്ന സാൾട്ട് ആണ് കൂടെ വേണ്ടത്. ആദ്യം നമ്മളുടെ അടുത്തുള്ളത് വീക്ക് ബേസ് ആണെങ്കിൽ അതേ വീക്ക് ബേസ്, സാൾട്ട് ഓഫ് സെയിം വീക്ക് ബേസ് വിത്ത് സ്ട്രോങ് ആസിഡ് ആണ് കൂടെ വേണ്ടത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നറിയാം. എന്നിരുന്നാലും എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്.
വീക്ക് ആസിഡ് വളരെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് CH3COH. Salt of this weak acid with strong base. CH3COH എന്ന് പറയുന്ന വീക്ക് ആസിഡ് NaOH പോലത്തെ ഒരു സ്ട്രോങ് ബേസുമായിട്ട് റിയാക്ട് ചെയ്തുണ്ടാവുന്ന ഒരു സാൾട്ട് ആണ് CH3COONA. എന്നാൽ വീക്ക് ബേസ് എന്ന് പറയുന്നത് NH4OH is the best example. എന്നാൽ ഈ വീക്ക് ബേസ് ഒരു സ്ട്രോങ് ആസിഡ് ആയിട്ടുള്ള HCl ആയിട്ട് കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്ന സാൾട്ട് ആണ് NH4Cl. Therefore, what is an example for an acidic buffer? Example for acidic buffer is a solution consisting of CH3COOH and CH3COONA. Now, what is an example for a basic buffer? A solution consisting of NH4OH and NH4Cl. This is a very good example for a buffer solution. This is acidic, this is basic. Okay. ഇനി ബഫർ ആക്ഷൻ നമുക്ക് ആസിഡിക് ബഫറിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം. എല്ലാവരും ബഫർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് അവിടെ pH മാറ്റമില്ല എന്നുള്ള പോയിന്റ് എല്ലാവരും വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, I have a weak acid. I have an acidic buffer. ആ acidic ബഫറിലുള്ളത് CH3COO- ഉം CH3COOH ഉമാണ് എങ്കിൽ it undergoes an equilibrium existing between unionized acetic acid and ions in the solution. ഇത്തരത്തിലുള്ള ഒരു equilibrium exist ചെയ്യുന്ന സമയത്ത് suppose I add an acid. ആസിഡ് ആഡ് ചെയ്ത ആസിഡ് എന്തിനു വേണ്ടി വരുന്നത്? What is the definition of an acid? Definition Bronsted-Lowry കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് is anything that can donate explosives. അപ്പൊ എക്സ്പ്ലോസീവ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആസിഡ് ആരുടെ അടുത്തേക്കാ പോവാ? CH3COO- because it is a conjugate base. Conjugate base എന്ന് പറഞ്ഞ ബേസ് ആണ്, അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എക്സ്പ്ലോസിനെ അക്സെപ്റ്റ് ചെയ്യാൻ വരുമ്പോൾ എക്സ്പ്ലോസിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ആസിഡ് അക്സെപ്റ്റ് ചെയ്യാനുള്ള CH3COO- അടുത്തേക്കാണ് പോവുക. Therefore, acid will get neutralized by CH3COO-. It get convert to CH3COOH. ഈ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താ? pH കുറയും. പക്ഷെ ആഡ് ചെയ്യുന്ന ആസിഡ് റിയാക്ട് ചെയ്ത് പോവാണ്. അപ്പൊ pH മാറ്റം ഉണ്ടാവുമോ? ഇല്ല എന്ന് തൽക്കാലം പറയാം. പക്ഷെ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അത് നമ്മൾ കുറച്ച് ഞാൻ കാണാം. നെഗ്ലിജിബിൾ മാറ്റം ഉണ്ടാവും. തൽക്കാലം നമ്മൾ മനസ്സിലാക്കി ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ന്യൂട്രലൈസ്ഡ് ബൈ ദി കോൺജുഗേറ്റ് ബേസ്. ഇനി ഇതിലേക്ക് ഒരു ബേസ് ആഡ് ചെയ്താലോ? ആ ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബേസ് വരുന്നത് H+നെ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ H+ അവിടെ എടുക്കണു. അപ്പൊ ഈ ബേസ് H+നെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ്. എന്നിരുന്നാലും ബേസ് ആഡ് ചെയ്യുമ്പോൾ pH കൂടേണ്ടതായിരുന്നു. പക്ഷെ എന്തുണ്ടായി? ബേസ് ഇസ് ന്യൂട്രലൈസ്ഡ്. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസിഡ് ആഡ് ചെയ്താലും ബേസ് ആഡ് ചെയ്താലും ഇറ്റ് വിൽ ഗെറ്റ് ന്യൂട്രലൈസ്ഡ് by the acidic buffer. Similarly, in the case of basic buffer, തൽക്കാലം ജസ്റ്റ് സിമ്പിൾ ആക്കിയിട്ട് ബഫർ ആക്ഷൻ ഒന്ന് പറഞ്ഞുള്ളൂ. ഡെപ്തിലേക്ക് പോയാൽ സമയം പരിമിതമായതുകൊണ്ട് ഡെപ്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ആയതിനാൽ ഫോർ എക്സാമ്പിൾ അസിഡിക് ബഫർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള വീക്ക് ആസിഡ് HX undergoes dissociation to form H++, X-. ഇവിടെ Ka എഴുതി കഴിഞ്ഞാൽ H+ കോൺസെൻട്രേഷൻ X- divided by HX. ഈ സിറ്റുവേഷനിൽ H+ കോൺസെൻട്രേഷൻ ഈക്വൽ ടു Ka into HX കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ X- കോൺസെൻട്രേഷൻ. ഇനി നെഗറ്റീവ് ലോഗ് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ലോഗ് ഓഫ് H+ ആണ് കോൺസെൻട്രേഷൻ. എന്തിനാണ് നെഗറ്റീവ് ലോഗ് എടുക്കുന്നത്? pH എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നെഗറ്റീവ് ലോഗ് ഓഫ് H+ is equal to നെഗറ്റീവ് ലോഗ് ഓഫ് Ka into HX by X-. ഇതിന്റെ നെഗറ്റീവ് ലോഗ് ആണ് നമുക്ക് വേണ്ടത്. നെഗറ്റീവ് ലോഗ് ഓഫ് H+ can be written as pH. This can be written as negative log of Ka plus negative log of HX by X-. എന്താണ് ഇവിടെ ചെയ്തത്? A into B. Log of A into B is log A plus log B. അത്തരത്തിലൊരു സിമ്പിൾ സ്റ്റെപ്പാണ് നമ്മളിവിടെ ചെയ്തത്. Okay. Then negative log of Ka can be called as pKa plus negative log of HX by X-. എനിക്ക് ആ നെഗറ്റീവ് ലോഗ് ഓഫ് HX by X- നമ്മൾ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അതുകൊണ്ട് ഈ നെഗറ്റീവ് ലോഗ് പോകണം, എനിക്ക് പോസിറ്റീവ് ആക്കണം. അതിനു വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് log of A by B ഈക്വൽ ടു log A minus log B. എങ്കിൽ മൈനസ് ലോഗ് ഓഫ് A by B എന്താ? minus log A plus log B, or it can be written as log of B minus log of A, which can also be written as log of
ബി ബൈ എ. അപ്പൊ നെഗറ്റീവ് സൈൻ ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ അകത്തുള്ള ടേംസ് റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പൊ ഈ ടേംസിനെ ഞാൻ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് കളഞ്ഞിട്ട് എഴുതാം. therefore log of x minus concentration divided by hx concentration. അപ്പൊ പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഈ കാണുന്നത്. എന്നാ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഈ വീക്ക് ആസിഡ് നമ്മളെ കൂടെ ഉണ്ട്. എന്നാ നമ്മുടെ അടുത്തുള്ള ഒരു മറ്റൊരാളാണ് സാൾട്ട് ഓഫ് ദി സെയിം വീക്ക് ആസിഡ് വിത്ത് എ സ്ട്രോങ് ബേസ്. അപ്പൊ ആ സ്ട്രോങ് ബേസ് കൺസിഡർ ചെയ്യണമെങ്കിൽ സപ്പോസ് അതില് ബി എന്ന് പറയുന്ന ബി വൈസ് എന്ന് പറയുന്ന ബേസ് ആണെങ്കിൽ അവിടെയുള്ള കാറ്റയോണ് ബി പ്ലസ് എന്ന് വിളിച്ചു. ഈ വീക്ക് ആസിഡിലുള്ള എക്സ് മൈനസ് ആണ് എക്സ് മൈനസ് എന്ന് വിളിച്ചു. അപ്പൊ ബി എക്സ് എന്ന് പറയുന്ന സാൾട്ട് ആണ് നമ്മുടെ അടുത്തുള്ളത് എങ്കിൽ ഇറ്റ് അണ്ടർഗോസ് ഡിസോസിയേഷൻ ടു ഫോം ബി പ്ലസ് പ്ലസ് എക്സ് മൈനസ്. പക്ഷേ സാൾട്ട്സ് ആർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആയിട്ടുള്ള സാൾട്ട്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് അണ്ടർഗോ കംപ്ലീറ്റ് ഡിസോസിയേഷൻ. വീക്ക് ആണെങ്കിൽ മാത്രമേ പാർഷ്യൽ ഡിസോസിയേഷൻ ഉണ്ടാവുള്ളൂ, അപ്പോഴേ ഇക്വിലിബ്രിയം ഉണ്ടാവുള്ളൂ. സ്ട്രോങ് ആണെങ്കിൽ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ഉണ്ടാവും. there will be no equilibrium. it undergoes complete reaction നടന്നു കഴിഞ്ഞാൽ ബി എക്സ് കംപ്ലീറ്റ്ലി കൺവേർട്സ് ടു ബി പ്ലസ് ആൻഡ് എക്സ് മൈനസ്. അതുകൊണ്ട് ഞാൻ പറയും ഇവിടെ എക്സ് മൈനസ് കോമൺ അയോൺ ഉള്ളത് കൊണ്ട് വാട്ട് ഈസ് കോമൺ അയോൺ എഫക്ട്? Common ion effect is the suppression of dissociation of a weak electrolyte. ഇവിടെ നമ്മൾ ആസിഡ് ആണ് എങ്കിലും നമ്മൾ ജനറലൈസ് ആയിട്ട് പറയാം. അപ്പൊ വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ is suppressed due to the presence of an ion which is in common with the strong electrolyte and the weak electrolyte. കുറച്ചും കൂടി വൃത്തിയാക്കി പറയുകയാണെങ്കിൽ common ion effect is the suppression of dissociation of a weak electrolyte due to the presence of a strong electrolyte having an ion in common with the weak electrolyte. Weak electrolyte ലുള്ള ഏതെങ്കിലും ഒരു അയോണിന് കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താൽ ആ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ സപ്രസ് ആവുന്ന അല്ലെങ്കിൽ കുറയുന്ന ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്ട്. അപ്പൊ ആ സിറ്റുവേഷനിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ ഉള്ള എക്സ് മൈനസ് കോൺസെൻട്രേഷൻ ഡിക്രീസസ്. വൈ? ബിക്കോസ് ഓഫ് Le Chatelier പ്രിൻസിപ്പിൾ പ്രകാരം നിങ്ങൾ ഈ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കൂടെ ആഡ് ചെയ്തത് കൊണ്ട് എക്സ് മൈനസ് കോൺസെൻട്രേഷൻ നന്നായിട്ട് കൂടിയാൽ സിസ്റ്റം ട്രൈസ് ടു ഷിഫ്റ്റ് ഇൻ ദി ഡയറക്ഷൻ ഇൻ വിച്ച് എക്സ് മൈനസ് കോൺസെൻട്രേഷൻ ഈസ് ഡിക്രീസ്ഡ്. Le Chatelier പ്രിൻസിപ്പിൾ ഉണ്ടായ മാറ്റം എക്സ് മൈനസ് കൂടി എന്നുള്ളതാണ്. എക്സ് മൈനസ് കുറയ്ക്കണമെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ ഷിഫ്റ്റ് ഉണ്ടാവണം. ബാക്ക്വേർഡ് ഡയറക്ഷൻ ഷിഫ്റ്റ് ഉണ്ടായാൽ ഈ ഉള്ള ഡിസോസിയേഷൻ കാരണം ഉണ്ടായ എക്സ് മൈനസ് അയോൺസ് കോൺസെൻട്രേഷൻ വിൽ ബി വെരി സ്മോൾ. നമുക്കറിയാം വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ മൈന്യൂട്ട് ഡിസോസിയേഷൻ ഉണ്ടാവുള്ളൂ. പോരാത്തതിന് കോമൺ അയോൺ എഫക്ട് കൂടി ഉണ്ടായി. ഡിസോസിയേഷൻ ഉണ്ടോ? ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ചെറിയ രീതിയിൽ ഉണ്ടാവും നെഗ്ലിജിബിൾ ഡിസോസിയേഷൻ. അതുകൊണ്ട് ഞാൻ പറയും എക്സ് മൈനസ് കോൺസെൻട്രേഷൻ ഫ്രം ദി ആസിഡ് ഈസ് ഓൾമോസ്റ്റ് സീറോ. പക്ഷെ എക്സ് മൈനസ് മൊത്തത്തിൽ സീറോ ആണോ? അല്ല. ദാ കാണുന്ന സോൾട്ടിൽ നിന്നും നന്നായിട്ട് എക്സ് മൈനസ് അയോൺ കോൺസെൻട്രേഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയും ഈ കാണുന്ന എക്സ് മൈനസ് കോൺസെൻട്രേഷൻ ഈസ് നത്തിങ് ബട്ട് ദി എക്സ് മൈനസ് അയോൺസ് കമ്മിങ് ഫ്രം ദി സാൾട്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സാൾട്ടിൽ നിന്നുണ്ടായ എക്സ് മൈനസ് കോൺസെൻട്രേഷൻ ആണ് ഈ കാണുന്നത് എങ്കിൽ എക്സ് മൈനസിന്റെ സ്ഥാനത്ത് ഞാൻ എഴുതാൻ പോകുന്നത് നിങ്ങൾ എത്രത്തോളം സാൾട്ട് എടുത്തോ അത്രത്തോളം എക്സ് മൈനസ് ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ ഞാൻ പറഞ്ഞു കോമൺ അയോൺ എഫക്ട് കാരണം ഡിസോസിയേഷൻ ഈസ് വെരി വെരി സ്മോൾ, ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ, ഓൾമോസ്റ്റ് സീറോ. അതുകൊണ്ട് തന്നെ HX എന്ന് പറയുന്ന ആസിഡ് ഡിസോസിയേറ്റ് ആയിട്ടില്ല. നിങ്ങൾ എത്രത്തോളം HX എടുത്തിട്ടുണ്ടോ അത് അത്രയും അവിടെ തന്നെ അവൈലബിൾ ആണ്. ആണെങ്കിൽ HX concentration at equilibrium can be taken as initial concentration of HX because it has not undergone any dissociation. ഡിസോസിയേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾ എത്രത്തോളം എടുത്തുവോ അത് അത്രയും അവിടെ അവൈലബിൾ ആണ്. എങ്കിൽ ഞാൻ പറയും നിങ്ങൾ എത്രയാണോ ആസിഡ് കോൺസെൻട്രേഷൻ എടുത്തിരിക്കുന്നത് അത് തന്നെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, എങ്കിൽ ഇവിടെ ലോഗ് ഉണ്ട് pKa, നമ്മുടെ ഇക്വേഷനിൽ pH. ആ pH കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് pH equal to pKa plus log of salt concentration by acid concentration. പ്രശ്നം ഉണ്ടോ? ഇല്ലാന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ആസ് ഹെൻഡർസൺ ഹാസൽബാക്ക് ഇക്വേഷൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പെല്ലിംഗ് ആണ്. പഠിക്കാൻ ശ്രമിക്കണ്ട, വെറുതെ ആ പേര് പഠിച്ചില്ലെങ്കിൽ ഇക്വേഷൻ പഠിച്ചാൽ pH കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫോർ ആൻ ആസിഡിക് ബഫർ. നമ്മൾ തുടങ്ങിയ ആസിഡിക് ബഫർ വെച്ചിട്ടാണ്. ഇനിയിപ്പോ ഒരു ബേസിക് ബഫർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബേസിന്റെ ഡിസോസിയേഷൻ ഉണ്ടാവും. വീക്ക് ബേസ് BOH, B++ OH- എന്ന അവിടെ കോമൺ അയോൺ ഉള്ളൊരു ഇതേപോലത്തെ നമ്മൾ ഇക്വേഷൻ BX എന്നായിട്ട് എഴുതാം. എങ്കിൽ ഇറ്റ് അണ്ടർഗോസ് complete dissociation to form
ബി പ്ലസ് പ്ലസ് എക്സ് മൈനസ്. അങ്ങനെയാണെങ്കിൽ കോമൺ അയോൺ ബി പ്ലസ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കാം. അപ്പൊ ഇക്വേഷൻ എഴുതി വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ പി എച്ചിന്റെ സ്ഥാനത്ത് പി എച്ച് ഉണ്ടാവും, പി കെ എന്റെ സ്ഥാനത്ത് പി കെ ബി ഉണ്ടാവും, ലോഗ് ഓഫ് സാൾട്ടിന്റെ സ്ഥാനത്ത് സാൾട്ട് തന്നെ ഉണ്ടാവും, ആസിഡിന്റെ സ്ഥാനത്ത് ബേസ് ഉണ്ടാവും. So pH equal to pKb plus log of salt concentration by base concentration. എങ്കിൽ pH ആണ് നമുക്ക് വേണ്ടതെങ്കിൽ pH equal to pKw minus pOH. This can be written as pKw minus pKb bracket ആയിട്ടാണെങ്കിൽ plus log of salt concentration by base concentration. This is the equation to find pH of ബേസിക് ബഫർ. അപ്പൊ ബഫർ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് പി എച്ച് ഓഫ് അസിഡിക് ബഫറും ബേസിക് ബഫറും കണ്ടുപിടിക്കാന്ന് മനസ്സിലാക്കി. ഈ രണ്ട് ഇക്വേഷൻസിനെയും ഒരുമിച്ച് ഹെൻഡർസൺ ഹാസൽബാക്ക് ഇക്വേഷൻ എന്ന് തന്നെയാണ് വിളിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ബഫർ സൊല്യൂഷന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്.